കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. യഹോവയുടെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നിവ ഒരുപോലെ ഒരുക്കമുള്ളതായിരിക്കണം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നുള്ള നന്ദി പ്രകടനം നമ്മുടെ മനസ്സിനെ വിളിച്ചുണർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, കാഴ്ചശക്തി, കേൾവി, സംസാരശേഷി, വിശപ്പ് എന്നിവയ്ക്കൊന്നും നന്ദി പറയുവാൻ നാം പലപ്പോഴും മറക്കാറുണ്ട്. അത് ദൈവിക ദാനം എന്ന് കണക്കാക്കാറുമില്ല. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടിയതിനാണ്. കഠിന പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുന്നത് വലിയ ദൈവിക അത്ഭുതമാണ്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ സ്നേഹത്തിനായി നന്ദി കരേറ്റും അനുദിനവും നാൾതോറും നൽകുന്ന നന്മകൾക്കായി സ്തോത്രം പാടും അനുദിനവും. ദൈവമേ, അങ്ങേ സ്നേഹത്തിനായി നന്ദി കരേറ്റും അനുദിനവും നാൾതോറും നൽകുന്ന നന്മകൾക്കായി സ്തോത്രം പാടും അനുദിനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. വിശ്വാസയാത്രയിലേശുവെ നോക്കി വിശ്വാസ സ്ഥിരതര യാത്ര ചെയ്യാൻ വീഴാതെ നിന്നിടം തളരാതെയോടുവൻ ശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കുമെന്നും. വിശ്വാസയാത്രയിലേശുവെ നോക്കി വിശ്വാസ സ്ഥിരതര യാത്ര ചെയ്യാൻ വീഴാതെ നിന്നിടം തളരാതെയോടുവൻ ശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കുമെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. കാലം സമീപമെന്നോർത്തുകൊണ്ടേവരും തിടുക്കത്തിൽ വേല തികയ്ക്കുവാനും വിത്തുകൾ വിതയ്ക്കുക ആർപ്പോടെ എങ്ങും കൊയ്ത്തിന്റെ നാഥനെ വരവേൽക്കാൻ. കാലം സമീപമെന്നോർത്തുകൊണ്ടേവരും തിടുക്കത്തിൽ വേല തികയ്ക്കുവാനും വിത്തുകൾ വിതയ്ക്കുക ആർപ്പോടെ എങ്ങും കൊയ്ത്തിന്റെ നാഥനെ വരവേൽക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ,
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 35 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ഒരേ ഒരു കാര്യം 3 പ്രാവശ്യം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദിൻ്റെ പരാതിയും പ്രാർത്ഥനയും സ്തുതിയും ഇവിടെ ആവർത്തിക്കുകയാണ്. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. അതെ, ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള പദവി ഓരോ വിശ്വാസിക്കുമുണ്ട്. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനത്തിൻ്റെ 154-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ, നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വിലാപങ്ങൾ 3-ന്റെ 58 കൂടെ നമുക്ക് ഒന്ന് വായിക്കാം. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. വിശുദ്ധന്മാരുടെ ഒരു കാര്യസ്ഥൻ അല്ലെങ്കിൽ അഡ്വക്കറ്റ് സഹോദരന്മാരുടെ അപവാദിയെ അഭിമുഖീകരിച്ചു കൊള്ളും എന്ന് ഇവിടെ പറയുകയാണ്. അതായത് പൊരുതുന്നവരോട് പൊരുതണമേ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിച്ചാലോ? നമുക്ക് അവിടെയും, അതായത് വിശുദ്ധന്മാരോട് എന്ത് ആര് ചെയ്താലും അവരോട് വാദിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരോടും ഒന്നിനും വാദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി കേസ് കൊടുക്കാനോ ഒന്നും ദൈവസന്നിധിയിൽ ഒരു വ്യവസ്ഥയില്ല. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, നീ എന്തെങ്കിലും എനിക്കെതിരെ പറഞ്ഞാൽ ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. അപ്പോൾ ഒരു വിശുദ്ധന് പറ്റിയ ഒരു വാക്കേ അല്ല പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ അവരെന്തെങ്കിലും പറഞ്ഞാലും അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് മനഃശക്തി തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മളെ കൊണ്ടത് സാധ്യമല്ല. ഉപദേശിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപാട് ക്ഷമയുടെ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. അതിനാണ് ദൈവത്തോട് ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു കൃപ തരണമേ. ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും ദേഷ്യമായി സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് തിരിച്ച് ദേഷ്യപ്പെടാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ സങ്കടപ്പെടുകയാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു ഗുണമെന്ന് പറയാൻ സഹനത്തോടെ ക്ഷമയോടെ, ചിലപ്പോൾ നമ്മളെ അതിലേക്കൂടെ കടത്തി വിട്ടെങ്കിലേ നമ്മൾ അതിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ജയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ നീതി നമ്മളിൽ വെളിപ്പെടാൻ കഴിയത്തുള്ളൂ. അത് നമുക്ക് പലപ്പോഴും അറിയാം, എങ്കിലും നമ്മളത് വഴുതി വീണു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, ഫറവോന്യ സൈന്യം ഹല്ലേലൂയ അവർ ഇസ്രായേൽ മക്കളെ തകർക്കുവാൻ വേണ്ടി പോയപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അവരുടെ രഥചക്രങ്ങൾ മറിയുവാനിടയായി. അപ്പോൾ തന്നെ അവരെ പിന്തുടർന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്തായി? ഇസ്രായേൽ മക്കൾ അക്കരെ കടക്കുകയും മിസ്രൈം സൈന്യം എന്തോ സംഭവിച്ചു? വെള്ളത്തിൽ മുങ്ങിപ്പോകുവാനും ഇടയായി. എന്നാൽ അവരോട് തിരിച്ചാക്രമണത്തിന് പോയില്ല. ദൈവം അവരുടെ കൂടെ മുന്നമേ പുറപ്പെട്ട് അവർക്ക് മുമ്പായി ദുർഘടങ്ങളെ നിരപ്പാക്കി ചെങ്കടലിനെ മാറ്റി ചെങ്കൽ പാത, നാഷണൽ ഹൈവേ ആണ് ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്.
അതുകൊണ്ട് നമ്മളോട് വാദിക്കുന്നവരോ ഏത് പ്രതികൂലത്തിൽ കൂടി നമ്മളെ കഷ്ടപ്പെടുത്തുവാൻ നോക്കിയാൽ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ തകർക്കുന്ന വാക്കുകൾ കൊണ്ട് നമ്മളെ ക്ഷയിപ്പിക്കുമ്പോൾ, നമ്മുടെ ദേഹി ആത്മാവ് തീർന്നു പോയി, ഇതാ നിലംപരിചായി പോയി എന്ന് പറയത്തക്കതുപോലെ നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ടും അമ്പെയ്യുന്നത് പോലെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യേ നമ്മൾ വസിച്ചാലും നമുക്കൊരു ഉപനിധിയുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മൾ സത്യത്തിൽ കൂടി മാത്രം നടക്കുകയാണെങ്കിൽ, നമ്മൾ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ദൈവം പറയുന്നത് അനുസരിച്ച് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിയുകയില്ല. നമുക്ക് സംഭവിക്കുവാൻ ഇരിക്കുന്നതിനകത്തെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മളെ അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അല്ലെ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു ജനത്തെ നോക്കുവാൻ ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. ഭാരപ്പെടേണ്ട ദൈവ പൈതലേ. അതുകൊണ്ട് ഇവിടെ പറയുക അവരുടെ ശക്തിയെയും കർത്താവ് എന്താ ചെയ്തത്? എൻ്റെ ഉപദേശകൻ അവരെ പോലെ ചതിവും ബലവും ഞാനും ഉപയോഗിക്കണമെന്ന് എന്നെ ഉപദേശിക്കുന്നു. അതായത് അവരുടെ കൂട്ടി ചതിവും വഞ്ചനയും ഒക്കെ ഞാനും ആ ചതിവും വഞ്ചനയ്ക്കകത്ത് ഞാനും അകപ്പെടണമെന്ന് നമ്മളോട് പിശാച് മന്ത്രിക്കുമ്പോൾ, അതേ സ്തോത്രം, നമ്മൾ അവരെ പോലെ ആകരുത്. നമ്മൾ അവരുടെ ലെവലിലായാൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളോട് വാദിക്കുന്നവരോട് നമ്മൾ വാദിക്കാൻ പോയാൽ അവരുടെ ചതിവും വഞ്ചനയും അവരുടെ തട്ടിപ്പും വെട്ടിപ്പും അവരുടെ ജീവിതത്തിലെ രീതികളും അവരുടെ മാതൃകയില്ലാത്ത ജീവിതവും ഒക്കെ കണ്ട് നമ്മളും അവരുടെ കൂട്ടായാൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തോട് കൂടെ നടന്ന് ദൈവ സ്വഭാവമുള്ള ഒരു ദൈവ പൈതലായി തീരുകയാണെങ്കിൽ, തട്ടിപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ വക്രത നിറഞ്ഞ അല്ലെങ്കിൽ അധാർമികത കാണിക്കുന്ന ഒരു വിശ്വാസി സമൂഹമായിരിക്കാം അവിശ്വാസി സമൂഹം, അവരുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവ പൈതലേ, നിന്നെ വിളിച്ചിറക്കിയത് ഈ വിധമായ നിൻ്റേതായ ബുദ്ധിയിലും നിൻ്റേതായ ചിന്താമണ്ഡലത്തിലും നിൻ്റേതായ പ്രവൃത്തികളിലും പെടാനല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൻ്റെ കുടുംബ ജീവിതം ഭദ്രമാക്കി നിൻ്റെ തലമുറയെ സന്തോഷത്തോടെ വളർത്തി കർത്താവിൽ വളർത്തി അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട നീ ഒരു ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷ മേഖലകളെ മാത്രം ലക്ഷ്യം വെച്ച് ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ച് അങ്ങോട്ടുള്ള പാതയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, നോ, അതിനകത്ത് പെടുവാനുള്ളതല്ല. കർത്താവ് എന്താ ചെയ്തത്? കർത്താവിനെ ഏൽപ്പിച്ച ശക്തമായ ആ ശുശ്രൂഷ, പിതാവ് പുത്രനെ ഇവിടോട്ട് വിട്ടത് നമ്മുടെ രക്ഷയ്ക്കായിട്ടാണെങ്കിൽ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കാൻ ദൈവം ചെയ്ത ശുശ്രൂഷ നിമിഷങ്ങൾക്കകം 3.5 വർഷങ്ങൾ കൊണ്ട് ദൈവം തൻ്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ തനിക്കെതിരായിട്ട് താന് കിടക്കാനൊരു ഇടമില്ല. തന്നെ ഹല്ലേലൂയ പ്രസവിച്ചത് എവിടാണെന്ന് നിങ്ങൾക്കറിയാം. തൻ്റെ ജീവിതത്തിലെ ഒരു നല്ല തുണി പോലും ഇല്ല, പഴം തുണിക്കകത്താണ് നമ്മുടെ കർത്താവിനെ കിടത്തിയത്. കർത്താവ് പറഞ്ഞു, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തല ചായ്ക്കുവാൻ ഇടമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന് പ്രതികൂലം തന്നെ, പ്രശ്നം തന്നെ, കഷ്ടത തന്നെ. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ പരിഹാസികൾ, പരീശന്മാരും ശാസ്ത്രിമാരും അറിയാവുന്ന യഹൂദന്മാരാ കർത്താവിനെതിരെ നിന്നത്. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? എന്നിട്ട് ഒരു സമയത്ത് കർത്താവ് കൈവരേണ്ട ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ, അല്ലെങ്കിൽ ഈ പിശാച് ബാധിച്ച ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ, അല്ലെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ശബത്ത് ദിവസത്തിൽ സൗഖ്യമാക്കിയതിനെതിരെ കർത്താവിനോട് എന്തൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്. അല്ലെ നമുക്കറിയാം. അപ്പോൾ തന്നെ ഭൂതത്തെ ഇങ്ങനെ ഒഴിച്ച് ഭൂതത്തെ മാറ്റിക്കളഞ്ഞപ്പോഴത്തേക്ക് കർത്താവിനോട് എന്താ പറഞ്ഞത്? ഇവൻ എന്തുവാ ബെയൽസബൂലിൻ്റെ തലവൻ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഹല്ലേലൂയ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഇങ്ങനെ ബെയൽസബൂൽ പിശാചിനെ തകർക്കാൻ കഴിയുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. അവരൊന്നല്ലേ? ഒരു കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ അതും കർത്താവ് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം. നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. ഇവിടെ കർത്താവിനെ ബെയൽസബൂലിൻ്റെ തലവനെന്ന് വിളിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ഒരു വീടിന് തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല.
ദൈവ പൈതലേ, നിൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് നിൻ്റെ കുടുംബനാഥനുമായിട്ട് അല്ലെങ്കിൽ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഐക്യതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കടന്നു പോയില്ല എങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ആ വീട്ടിൽ ഐക്യതയില്ലെങ്കിൽ കർത്താവിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ സ്നേഹം ഒഴുകണമെങ്കിൽ സമാധാനവും. അതുകൊണ്ട് ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിൽ വേറൊരു വ്യക്തിയെ അകത്ത് കയറ്റുകയാണെങ്കിൽ, വേറെ വ്യക്തി ഇപ്പം കുടുംബനാഥനുമായിട്ടുള്ള ബന്ധത്തിൽ തൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ ഭർത്താവ് പറയാ, മോളെ നിനക്ക് ആ ബന്ധം വേണ്ട, നിനക്ക് എന്നെ കഷ്ടപ്പെടുത്തുന്ന അവരുമായിട്ടൊരു ബന്ധം നിനക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കിവിടെ ഭർത്താവാണ് വലുത്, കുടുംബനാഥനാണ് വലുത്. അതുകൊണ്ട് കുടുംബനാഥൻ പറയുന്നത് കേട്ടിട്ട് എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ അവരോട് സഹകരിക്കുക. ഇതൊക്കെ ഒരു സദാചാര ബോധം അല്ലെങ്കിൽ ധാർമ്മികത, ഇതൊക്കെ ഒരു കുടുംബജീവിതത്തിൽ വേണ്ട. ഒരു അമ്മ മനസ്സ് എനിക്കുള്ളത് കൊണ്ടും ഒരു സഹോദരിയുടെ മനസ്സ് എനിക്കുള്ളത് കൊണ്ടും കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം അതുകൊണ്ട് വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു. നമ്മുടെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഭവനത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു വഴിയോ, ഭാര്യയ്ക്ക് ഭർത്താവ് പോകുന്ന വഴി അത് എനിക്ക് ഇഷ്ടമല്ല, അവരോട് സഹകരിക്കാൻ കൊള്ളത്തില്ല, അത് നമ്മുടെ ആത്മീയ ചോർച്ച സംഭവിക്കുന്ന ബന്ധമാണ്, അത് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് സമാധാനത്തോടെ മനസ്സിലാക്കി അതിനകത്ത് എന്നാ വേണ്ടാടി, നിനക്ക് വേണ്ടാത്ത എനിക്കൊന്നും വേണ്ട, എൻ്റെ കുടുംബജീവിതം, എൻ്റെ തലമുറകളാണ് എനിക്ക് വലുത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബനാഥൻ, എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് വലുത്, ആ ഒരു ലക്ഷ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്ന ഒരു കുടുംബം സന്തോഷമായി പോകും. അവിടെ ഒരാൾക്ക് മേൽ നിന്ന് ഭരിക്കുകയോ ഉപദേശിക്കുകയോ അല്ല, അത് പറഞ്ഞ് വേദനയുണ്ടാക്കുന്ന, മുറിവുണ്ടാക്കുന്ന ബന്ധങ്ങൾ, കഴിവതും ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ആത്മീക ചോർച്ചയുണ്ടാക്കുന്ന ബന്ധങ്ങൾ ഒന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചോണം. ഇനി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവരോട് തർക്കിച്ച് വഴക്കുണ്ടാക്കാനല്ല വ്യവസ്ഥ. എന്താ സംഭവിക്കേണ്ടത്? കർത്താവിനോട് പറയുക, ദൈവമേ, തിരുഹിതമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബനാഥനെ അങ്ങ് വിടുവിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബനാഥ എവിടെ, എൻ്റെ തലമുറകൾ തിരിഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടു, അവരിനി അതിനകത്ത് അകപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്നുള്ള ആത്മീയ ചോർച്ച സംഭവിക്കുന്ന ബന്ധങ്ങളൊന്നും എൻ്റെ തലമുറയ്ക്ക് ഉണ്ടാകരുതെന്ന് ദയവായി പ്രാർത്ഥിക്കണം. തിരിഹിതമില്ലാത്ത യൗവനകാലത്ത് ദൈവത്തിൻ്റെ ആലോചനയ്ക്കും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനുമല്ലാത്ത വിവാഹാലോചനകൾ വരാം. ഇതൊക്കെ ഞാനിത് നിങ്ങളോട് പറയുന്ന ഈ കാലഘട്ടത്തിൽ വളരെ കഷ്ടത്തിൽ കൂടെ പോവാണ്. ഒരു ശുശ്രൂഷകയ്ക്ക് വേണ്ട ക്വാളിറ്റി, സ്തോത്രം, ഒരു വിശ്വാസിക്ക് വേണ്ട ക്വാളിറ്റി, ഒരു വിശ്വാസികളുടെ തലമുറയ്ക്കുണ്ടാകേണ്ട ക്വാളിറ്റി, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ ഒരാൾ ശരിയാകുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, ദേശം, രാജ്യം വിടുവിക്കപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ തന്നിഷ്ടത്തിന് 4 പേരുണ്ടെങ്കിൽ 4 ലെവലിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല, കുടുംബം തന്നിൽ തന്നെ ഛിദ്രിച്ചിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വതന്ത്ര ചിന്താഗതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് ഒരു പൗലോസ് അപ്പോസ്തലനോ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കണം, ദേശത്ത് ഇങ്ങനെ ആയിരിക്കണം, ആ ഒരു ഉപദേശം ഇന്നും ഉപദേശിക്കാൻ ഒരു കർത്താവിൻ്റെ ദാസി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് നിങ്ങളോട് പറയുമ്പോൾ, നല്ലത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ ആണ്ട് മൊത്തം അങ്ങനെ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായി നീ ഒരു മനുഷ്യൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ട വരത്തില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവിനെ അത്രയ്ക്ക് കഷ്ടപ്പെടുത്തുകയും കർത്താവിന് നേരെ അപവാദം പറഞ്ഞപ്പോഴും കർത്താവ് എന്താ ചെയ്തത്? ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മളോട് വാദിക്കുന്നവരോട് നമ്മൾ വാദിക്കാൻ പോകരുത്. സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ ആത്മീയ ചോർച്ച സംഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കർത്താവ് എന്താ ചെയ്തത്? 3.5 വർഷം ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷ സമയത്ത് ആരെല്ലാം തന്നെ ഏതൊക്കെ തരത്തിൽ കഷ്ടപ്പെടുത്തിയിട്ട് കർത്താവിന് അതൊന്നും നോക്കാനുള്ളൊരു സാവകാശമില്ലായിരുന്നു. കർത്താവിന് എന്തൊക്കെ അപവാദം പറഞ്ഞിട്ട് കർത്താവിന് അതൊന്നും ചിന്തിക്കാൻ പോലും, കർത്താവ് തൻ്റെ ശുശ്രൂഷ ശക്തമായി ചെയ്ത് മുന്നോട്ട് പോയി. അതുകൊണ്ട് ആരാ ജയിച്ചത്? പിശാചാണോ ജയിച്ചത്? നമ്മുടെ കർത്താവാണോ? കാൽവറി ക്രൂശിൽ സ്തോത്രം, ജയിച്ചവൻ്റെ ജയം നമ്മുടെ അകത്തു വാഴുന്നു. അവൻ്റെ തലയെ തകർക്കുവാൻ തക്കവണ്ണം കർത്താവ് സൗമ്യനായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നോട് വാദിക്കുന്നവരോട് എൻ്റെ കർത്താവേ നീ വാദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി എൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യണമേ. അപ്പം നമുക്ക് വേണ്ടി, നമ്മുടെ സകല കാര്യത്തിന് വേണ്ടി എന്താണ്? കർത്താവ് യുദ്ധം ചെയ്യും. മനുഷ്യനിൽ ആശ്രയിക്കുവാൻ എനിക്ക് ഇടവരരുതേ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ നാം വീര്യം പ്രവർത്തിക്കും.
അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഹല്ലേലൂയ. വാക്യം 2 ഇവിടെ പറയുന്നു, പലകയും പരിചയും പിടിച്ച് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ഇവിടെ നമുക്ക് യെശയ്യാവ് 42:13 വാക്യം ഒന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നീ ഏത് പ്രതികൂലത്തിൽ കൂടാണോ, ഏത് പ്രശ്നത്തിൽ കൂടാണോ നിന്നെ അപവാദവും നിന്നെയും പരിഹസിക്കുകയും ചെയ്യും, നീ ചെയ്യാത്ത കാര്യം നിന്നെ ചെയ്തെന്ന് പറയും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒത്തിരി അപരനാമങ്ങൾ പറയും, നിനക്കൊരു കഴിവില്ലെന്ന് പറയും, നീ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ ആയത്, ഇത് മറ്റുള്ളവർ നിനക്ക് വേണ്ടി ചെയ്തതല്ലേ, എന്തൊക്കെ വേണമെങ്കിൽ നമ്മളെക്കുറിച്ച് പറയും. പക്ഷെ അതൊന്നും കേട്ടിട്ട് നീ വിഷമിക്കണ്ട. നിന്നെക്കുറിച്ച് അപവാദം പറയുമ്പോഴും നീ എന്തോ ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ സഹായത്തിനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഒന്നുകൂടെ അത് മനസ്സിലാക്കിയല്ലോ. ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ വലങ്കൈക്ക് ആ കർത്താവ് പിടിച്ചിരിക്കുക. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? ഹല്ലേലൂയ. തൻ്റെ ദാസന്റെയും ശത്രുക്കളുടെയും ഇടയിൽ യുദ്ധായുദ്ധം ധരിച്ച് ഒരു പടയാളിയെ പോലെ യഹോവ ഇറങ്ങി വരുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. തൻ്റെ ദാസനെ രക്ഷിക്കുന്നതിൽ തീഷ്ണതയുള്ളവനായി പ്രവർത്തിക്കുന്നതിനായി ദൈവം നിൽക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തീഷ്ണതയുള്ള ദൈവമായി നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ദൈവം വീര്യം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തിനായി ഭാരപ്പെടുന്നത്? നമ്മൾ മറ്റുള്ളവരെ നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട. ദൈവം നമുക്ക് വേണ്ടി സമാപ്തി കുറിച്ചോളും. എളിയവനായ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആസ്തിക്യത്തെയും ശക്തിയെയും ഇവിടെ സങ്കീർത്തനക്കാരൻ ഊന്നി പറയുകയാണ്. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വഴി അടച്ചു കളയണമേ, ശത്രു പാളയം പോലെ വന്നാലും അവൻ തൻ്റെ ദാസനെ ഒന്നും ചെയ്യരുതേ, അവൻ സുരക്ഷിതനായി രക്ഷപ്പെടുവോളം തൻ്റെ വാൾ ഊരി പിടിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെ തടുത്തു നിർത്തുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ശത്രു വിശുദ്ധനെ ഉപദ്രവിക്കാതെ ശത്രുവിൻ്റെ വഴി അടച്ചു കളയുന്ന ദൈവം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ഞാൻ പിന്തുടരും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാക്കും, ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അവർ പറഞ്ഞതുപോലെ വല്ലതുമാണോ സംഭവിച്ചത്? അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. കർത്താവ് തൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ്? നീ എൻ്റെ രക്ഷ എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക മാത്രമാണോ? അല്ല, ഞാൻ നിൻ്റെ രക്ഷ ആയിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഹൃദയത്തെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. ഹല്ലേലൂയ. അവൻ്റെ ഒരു വാക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളെയും ശമിപ്പിക്കുന്നതാണ്. അത് സത്യമല്ലേ പ്രിയ ദൈവ പൈതലേ? ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശത്രുവിനെ കണ്ട് പകച്ചു നിൽക്കാനല്ല നിന്നെ വിളിച്ചത്. നമ്മുടെ കർത്താവ് നമുക്കതിന് മാതൃകയായി. പരീശന്മാരും ശാസ്ത്രിമാരും സകല വ്യക്തികളും കർത്താവിന് പ്രതികൂലമായിരുന്നപ്പോഴും കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി ചെയ്തിട്ട് ഹല്ലേലൂയ തൻ്റെ ജീവിതം ഇവിടെ ക്രൂശിൽ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ദൗത്യം ഭംഗിയായി ചെയ്തു. ഇതുപോലെ ഒരു ഭക്തന് കഷ്ടതയുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഇവിടെ വ്യക്തമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യനോടൊരു കാര്യം നീ പറയരുത്, മനുഷ്യനെ നീ ആശ്രയിക്കരുത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ശുശ്രൂഷക എന്നോട് വളരെ വേദനയോട് പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ കർത്താവിൻ്റെ ദാസി, ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളും വേദനകളും വന്നപ്പോൾ ഒരു ശക്തരായ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ മോള, എന്നാൽ ഇന്ന് അവർ ഒരു പാസ്റ്റർ ഭാര്യയുമാണ്. അപ്പം അവരോടൊരു കാര്യം പറഞ്ഞാൽ അവരാരോടും പറയത്തില്ല, ദൈവത്തോട് പറയുന്ന പോലെ ഈ പുള്ളിക്കാരി എന്തോ ചെയ്യുന്നു പറയാം, ആ ശുശ്രൂഷയോട് എന്ന് പറഞ്ഞു. ശുശ്രൂഷ എന്തോ എന്ന് പറയട്ടെ, തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു കുറവല്ല പറഞ്ഞത്, വേദനയാ ചെന്നൊന്ന് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണേന്ന്.
ഈ ശുശ്രൂഷക എന്തോ ചെയ്തെന്നറിയാമോ? ഈ കേട്ട ശുശ്രൂഷക ആ വോയിസ് മെസ്സേജ് ആ ഭർത്താവിന് അങ്ങ് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവരെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു വ്യക്തികളോടും നിങ്ങളുടെ കാര്യം പറയരുത്. നിങ്ങൾക്ക് പറയാൻ ഒരു പെറ്റതള്ളയേക്കാൾ ആർദ്രവാനായൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളോ സങ്കടങ്ങളോ ആ ശുശ്രൂഷകനോട് പറയാം, അല്ലെ ആ ശുശ്രൂഷകനോട് എല്ലാവരെയും ഒരുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വിശ്വസ്തരായ കർത്തൃദാസന്മാരും വിശ്വസ്തരായ കർത്തൃദാസിമാരും ഇന്ന് ഭൂമിയിലുണ്ട്. അവരോട് നമുക്ക് പറയാൻ പറ്റിയ, അവരോട് ദൈവം കഴിഞ്ഞാൽ അവരോട് അവരുടെ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുവാൻ തക്കവണ്ണം വിരലെഴുന്ന ശുശ്രൂഷകന്മാരും ശുശ്രൂഷകളുണ്ടോ? നമുക്ക് അടങ്കൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വളരെയധികം ആത്മാവിൽ വിവേചിച്ചിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കാവൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതിനേക്കാട്ടിൽ ഇപ്പം ഒരു തീ കെടുത്താൻ ചെന്നതാണ്, ഇപ്പം തീ ആളി കത്തിക്കൊണ്ടിരിക്കുക വീട്ടിൽ. എന്താ സംഭവിച്ചത്? ആ കുടുംബത്തിനകത്ത് പിന്നെയും പ്രശ്നങ്ങൾ രൂക്ഷമായി. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം പറയേണ്ടിയവരോടെ പറയാവൂ. ഏത് വിഷയമാണെന്ന് പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് നിലവിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടി എഴുന്നേക്കും. മനുഷ്യനിൽ ആശ്രയിക്കരുത്, പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ഒരു വ്യക്തികളോട് നമ്മുടെ കാര്യം തുറന്നു പറയരുത്. അത് പറഞ്ഞാൽ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുതെന്ന് സദൃശവാക്യം വ്യക്തമായിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് ദയവായിട്ട് പ്രിയ ദൈവ പൈതലേ, നീ ഏത് പ്രതിസന്ധിക്കകത്തൂടോ ഏത് പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുന്നു, ഹല്ലേലൂയ, ആ പ്രതിസന്ധികളെയും ആ പ്രതികൂലങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു സ്വർഗ്ഗം ഉയരത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങളോട് അല്ലെ ഒരു അമ്മയോട് ഒരു സഹോദരങ്ങളോട് പറയുന്നത് പോലെ പറയുന്നത്, കഷ്ടങ്ങളിൽ നിങ്ങൾ പെട്ടുപോകാൻ ഇടവരാതെ ഈ 25-ൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായ കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ആത്മീക വളർച്ചയോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. പൂർണ്ണമായി കർത്താവിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സമാധാനത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആത്മീക ചോർച്ച വരുന്ന ഒന്നിലും നിങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദാസി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി, ഞാൻ എൻ്റെ ദൈവത്തോട് പറയുന്നത് പോലെ ആ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആൻറ്റിയോടാണ് എൻ്റെ സങ്കടങ്ങളെ ഒന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. കർത്താവേ, എന്നെ വിശ്വസ്ത എന്ന് എണ്ണാൻ തക്കവണ്ണം ഞാൻ എന്തുമാത്രം ദൈവം നിർത്തിയ കൃപയാണ്. ഞാൻ കടന്നുപോയ ഘോര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണ് എന്നെ ഇത്രയും വിശ്വസ്തയാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ഹല്ലേലൂയ, ദൈവം എനിക്കത് തന്നതിനായി ഇപ്പോൾ ഞാൻ സ്തോത്രം പറയാം. കാരണം ഒരു വ്യക്തികളുടെ സങ്കടം കേൾക്കാൻ, ഒരു വ്യക്തിയുടെ വേദന കേൾക്കാൻ, ഒരു വ്യക്തിക്ക് വേണ്ട പരിഹാരം കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ കടന്നുപോയ, അതെ, കർത്താവ് പോയ പോലെ ഒരു പ്രതികൂലത്തിനകത്തൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് അനേക കഷ്ടം അനുഭവിക്കുന്ന, നിന്നെ അനുഭവിക്കുന്ന, പരിഹാസം അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു തണുപ്പായി തീരുവാൻ തക്കവണ്ണം എന്നെ പ്രതികൂലത്തിൽ കൂടെ കൊണ്ടുപോയ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നമ്മളെ നിലം പരിചാക്കാനല്ല, ഹല്ലേലൂയ, നമ്മളെ അതിൽ കൂടി കൊണ്ടുപോയി നമ്മളെ വളർത്തിയെടുത്ത്, ആമേൻ, സ്തോത്രം, നല്ലൊരു പക്വതയുള്ള ശുശ്രൂഷകയാക്കി, പക്വതയുള്ള ഒരു വിശ്വസ്ത ദാസിയാക്കി തീർക്കാൻ, ദാസനാക്കി തീർക്കാൻ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കായിട്ട് നന്ദി പറയാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ നിരന്തര പ്രാർത്ഥനയിൽ ഈ 25-ൽ ഹല്ലേലൂയ ആരംഭം മുതലേ ആമേൻ എന്ത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നാലും ഒന്നും മറുതലിക്കാതെ അറക്കാൻ നിന്ന ആടിനെ പോലെ കർത്താവ് നിന്നതുപോലെ സഹിഷ്ണുതയോട് നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും കൃപയുണ്ടാകണമെന്ന് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തകർക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയത്തിനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതല്ലാതെ ഹല്ലേലൂയ വ്യവഹാരം നടത്താൻ നമ്മൾ പോകരുത്. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്തോളും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികളോട് മറുതലിച്ചൊന്നും സംസാരിക്കാതെ വിനയത്തോടും താഴ്മയോടും എളിമയോടും ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കാനുള്ള ദൈവകൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ 21 ദിവസം ഫാസ്റ്റിങ്ങിലായിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എൻ്റെ തലമുറകൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് വേണ്ട സാമ്പത്തികവും അല്ലെങ്കിൽ ഭൗതിക നന്മ തരണമെന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ച ഒരൊറ്റ വിഷയം, കർത്താവേ, നിൻ്റെ സഹിഷ്ണുത, നിൻ്റെ ക്ഷമ,
നിന്റെ സൗമ്യത, നിന്റെ എളിമ, നിന്റെ വിനയം, നിന്റെ താഴ്മ, നിന്റെ നിഷ്കളങ്കത, നിന്റെ വിശുദ്ധി എന്നെ ഭരിക്കണമേ കർത്താവെ, എന്നെ അതിൽ കൂടി കൊണ്ടുപോകണമേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ പോലെ ആകുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനോ കുറയണം, നീയോ വളരണം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ എന്നെ വഴി നടത്തണമേ എന്നായിരുന്നു നിലവിളിച്ചത് മുഴുവൻ. ഹല്ലേലൂയ. 100 പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കർത്താവ് കേൾക്കാതിരിക്കത്തില്ല. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ഉടനെ മറുപടി തരും. നിഷ്കളങ്കതയോടാണോ പ്രാർത്ഥിക്കുന്നത്? നീതിയോടാണോ പ്രാർത്ഥിക്കുന്നത്? തിരിഹിതമില്ലാത്ത സകല ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തിലും സഹോദരങ്ങളിലും എല്ലാം തിരിഹിതമില്ലാത്ത ഒന്നും വന്നു ചേരല്, നമ്മുടെ ആത്മീയ ചോർച്ച സംഭവിക്കുന്ന ഒന്നും നമുക്കുണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഇന്ന് പകൽക്കാലവും നമ്മൾ ആയിത്തീരുവാൻ കർത്താവിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അങ്ങ് ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടാണോ നീ ഇരിക്കുന്നത്? ഭാരത്തോടെ നിന്റെ വേദന നിനക്ക് ആരോടും പറയാൻ പറ്റുന്നില്ലയോ? നിന്റെ വേദന എവിടോട്ടൊന്ന് എടുത്ത് ഇറക്കി വയ്ക്കും? ഒരു മുറിക്കകത്ത് കാരാഗ്രഹത്തിൽ കഴിയുന്നത് പോലെ നീ കഴിയുന്നവനാണോ? നിന്റെ കഷ്ടങ്ങൾക്കകത്ത് ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിശ്ചയമായിട്ടും നീ ദൈവത്തിലാണെങ്കിൽ, നീ അങ്ങനെ ദൈവത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നീ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിൻ്റെ കൂടെയുണ്ട്. നീ തന്നെയല്ല യാത്ര ചെയ്യുന്നത്, ദൈവം നിന്നെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നമ്മളെ മുന്നോട്ട് നയിക്കുമാറാകട്ടെ. ഈ വർഷക്കാലം മൊത്തം നിങ്ങളെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവേ, നിന്റെ മക്കൾ കേൾക്കുന്ന, നിന്റെ മക്കളും ഇനി കേൾക്കുവാനിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ സഹായിക്കണമേ. ലോകത്തിന് അനുരൂപമാകാതെ, ലോകത്തിൻ്റെ മോഹങ്ങൾ, കൺമോഹം, ജഡമോഹം, ജീവനത്തിലുള്ള പ്രതാപത്തിൽ പെട്ടുപോകാതെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, നിഷ്കളങ്ക മാർഗത്തിൽ കൂടി യാത്ര ചെയ്യുവാൻ, നിർമ്മലതയോട് ജീവിപ്പാൻ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ സ്തോത്രം, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളോട് വാദിക്കുന്നവരോട് എൻ്റെ കർത്താവ് വാദിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന പരീക്ഷാ ഘട്ടങ്ങൾക്കകത്തൂടെ ദൈവം നിൽപ്പാനുള്ള ദൈവശക്തി തരണമേ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ തകർന്നു നുറുങ്ങിയിരിക്കുന്നുവെങ്കിൽ അവരുടെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ, പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. ആ വിഷയങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ്. ദൈവം ഞങ്ങളോട് പറഞ്ഞ വിഷയം ദൈവം അറിയുന്നു. ആ വിഷയത്തിൻ്റെ മേൽ തിരുഹിതം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. പല മാതാക്കൾ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വരാതെ മാതാവ് തന്നെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് കഷ്ടം അനുഭവിക്കുന്ന മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെട്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് അവർ കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൊട്ടാരക്കരയെന്ന് ഒരു സഹോദരി വിളിക്കുമായിരുന്നു, കർത്താവേ, അവരുടെ ഹസ്ബൻഡിന് ക്യാൻസറായി സ്തോത്രം, അതെ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന തിരിഹിതം സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അല്ലെ, വളരെയധികം ക്രിറ്റിക്കലായി കിടന്ന ആ സഹോദരനെ കർത്താവേ സ്തോത്ര, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ മരിക്കുവാൻ ഇടയായെന്ന് ഞങ്ങൾ കേട്ടല്ലോ. എന്നാൽ ആ കുടുംബത്തിന് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ സഹോദരിക്ക് തൻ്റെ കൂട്ടുദാസന്റെ വേർപാടിൽ ഒരു വല്ലാത്ത വേദനയാണെങ്കിലും ലോകം കൊടുക്കാത്തൊരു സമാധാനം കൊണ്ട് നിന്റെ മകളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേരളക്കരയിലും ഹല്ലേലൂയ വിവിധ കഷ്ടങ്ങൾ കൂടി, ആപത്തുകൾ, അനർത്ഥങ്ങൾ, മരണക്കെട്ടുകളൊക്കെ, ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടായി. ആ കുടുംബങ്ങളെയൊക്കെ അങ്ങ് സമാധാനിപ്പിക്കണമേ. പ്രത്യേക കർത്താവേ, ഞങ്ങളുടെ ഉമ എം.എൽ.എക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ വ്യാപരിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ആ ഇന്നർ കർത്താവെ ഓർഗൻസിനെ എല്ലാം അങ്ങ് സൗഖ്യമാക്കണമേ. ആ ശ്വാസകോശത്തിന് കർത്താവെ അവരുടെ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. അകത്തുള്ള കർത്താവ് സകല ഓർഗൻസിനെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ അദൃശ്യകരം തൊടണമേ. പൂർണ്ണ സൗഖ്യത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ പ്രിയ കർത്താവെ ആ ദാസിയെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ കർത്താവെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവെ. ഈ പ്രദേശങ്ങളിലൊക്കെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഉൾഗ്രാമങ്ങളിൽ ശക്തമായ സുവിശേഷം കർത്താവെ വിളമ്പിക്കൊടുക്കുവാൻ അനേക കർത്തൃദാസന്മാരെ ദാസിമാരെ നീ ഒരുക്കണമേ. ഞങ്ങളെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തുള്ള സകല യുവാക്കന്മാരെ യുവതികളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കർത്താവെ, അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലൊക്കെ വന്ന് പഠിക്കുന്ന ഞങ്ങളുടെ മക്കളോടങ്ങ് മനസ്സലിയണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവ് സഹായിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അവരിലേക്ക് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള സകല മതസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
അതുപോലെ കർത്താവെ സകല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഒരു ഡിനോമിനേഷനില്ലാതെ എല്ലാ വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം, സകല ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കർത്തൃദാസന്മാരും കുടുംബങ്ങളും ആലയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി 2025 സംഭവിപ്പാൻ സ്വർഗം സഹായിക്കണമേ ദൈവമേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നടന്ന അപകട മരണങ്ങൾ കർത്താവ് പെട്ടുപോയ മക്കളുടെ കുടുംബാംഗങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അപകട മരണങ്ങൾ സംഭവിച്ച കുടുംബത്തിന് വേണ്ട സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് അങ്ങ് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള 28 സ്റ്റേറ്റിലും 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ആത്മശക്തിയോട് ജനം എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ജയിലറകൾ കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കർത്തൃദാസന്മാർ ദൈവ നിമിത്തം, കർത്താവ് നിമിത്തം, അതേ സ്തോത്ര സുവിശേഷ നിമിത്തം അവർ ജയിലറകളായി കിടക്കുന്നെങ്കിൽ, അവരുടെ കേസും പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി വാദിക്കണമേ എന്ന് നല്ലൊരു അഡ്വക്കേറ്റായി ആമേൻ കർത്താവ് നീതീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങൾ ഓർത്ത്, മൊത്തം ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളിലെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ജനത്തോടും അങ്ങ് മനസ്സലിയണം, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് മിഷണറിമാരായി പോയിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി, വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ സ്തോത്രം. അന്യ രാജ്യങ്ങളിലൊക്കെ കർത്താവെ, അവിടങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിനായി പോകുന്ന നിന്റെ മക്കള് യാത്ര ചെയ്യുന്ന പ്ലെയിന് ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥലം എല്ലാം അങ്ങ് കാത്ത് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്മാർ നോക്കാൻ അനുവദിക്കരുത്. ശത്രുവിന്ന് അവരെ വിടുവിക്കണമേ. അവർ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായനയൊക്കെ ശുദ്ധീകരിക്കണമേ. ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ സകല ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ചാർച്ചക്കാര്, അങ്ങനെ എല്ലാവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെയും ഇനി കേൾക്കുവായിരിക്കുന്ന നിന്റെ മക്കളെ ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിലും അങ്ങയുടെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്ക്, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി പൊങ്ങുന്ന സകല പൈശാചിക ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേൽ സ്വർഗ്ലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും ആ ധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ വഴിമാറാൻ കൽപ്പിക്കുകയാണ്. ദൈവാധിപത്യം വെളിപ്പെടട്ടെ കർത്താവേ. സകലത്തിൻ്റെ മേലും അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.